നെക്സ്റ്റ് സിറ്റുവേഷനിലുള്ള അടുത്ത പെയർ ഇസ് റെഡി. ശാരദ, എത്ര വർഷമായി നമ്മൾ തമ്മിൽ സ്നേഹിക്കുന്നു. നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നാൽ നിനക്ക് ഞാൻ ആനയെ വാങ്ങിത്തരും, ചേനെ വാങ്ങിത്തരും, ആനപ്പിണ്ടത്തെ വാങ്ങിത്തരും. മറിച്ചാണെങ്കിൽ എന്റെ സ്വഭാവം നീ അറിയും. എന്റെ ചേട്ടാ എന്തെങ്കിലും പറയൂ, ഞാൻ ഇറങ്ങി വരും. അതെനിക്കറിയാം. എങ്ങനെയുണ്ട് എന്റെ പാട്ടും പുറകെ നടന്നുള്ള ആ വിവിളിത്തരങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വളരെ മോശമായിട്ടുണ്ട് ചേട്ടാ, വായിക്കാൻ കഴിയുന്നില്ല. അത് എനിക്കും അറിയാം ശാരദയെ, പക്ഷെ എന്ത് ചെയ്യാം, അരി മേടിക്കണ്ടേ? ചേട്ടൻ എവിടെ വിളിച്ചാലും ഞാൻ ഇറങ്ങി വരും. അത് നേരത്തെ പറഞ്ഞ ഡയലോഗ് അല്ലേ ശാരദ? വേറെ ഡയലോഗ് ചേട്ടാ, തങ്കത്തിന് പാദമില്ല. അയ്യോ, തങ്കത്തിന് പാദമില്ല. 6 വർഷം കൊണ്ട് വരുത്തി ഇതുപോലെ പറയുന്നു, ഇറങ്ങി വരാമെന്ന്. അതുപോലെ ആയിരിക്കില്ല ചേട്ടാ ഞാൻ. എങ്കിൽ നമുക്ക് പോകാം. 2 കാര്യത്തിന് രക്ഷപ്പെടും. ഒന്ന് ഈ സ്കിറ്റിൽ നിന്നും, ഒന്ന് കല്യാണത്തിൽ നിന്നും. അതെ ചേട്ടാ. നെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ടു അനന്തഭദ്രം. ചമ്പ വേണ്ട, ചമ്പ ലക്ഷ്മണ രേഖ, ആയുർരേഖ, ഭൂമത്തി രേഖ. നിന്നെ ഞാൻ പരകായന പരകായ പ്രവേശനം ചെയ്യാൻ പോയാണ്. വേണ്ട ചമ്പ, വേണ്ട. വേണ്ടെങ്കിൽ ഇവൻ എടുത്തോളാം. അവനോട് പോകാൻ പറ. നിന്റെ ആത്മാവിനെ ഞാൻ മറ്റൊരു ശരീരത്തിലേക്ക് ഗൃഹപ്രവേശനം ചെയ്യിപ്പിക്കും. ഞാനൊരു വെറും ബ്രഹ്മചാരിയല്ല. നിന്നെ പോലെ അത്ര അഭ്യാസം ഒന്നും എനിക്കറിയില്ല. നീ ഇപ്പൊ വേറൊരു വ്യക്തിയാണ്. ചെമ്പ പുറകോട്ട് പോവാം. ചെമ്പ രക്ഷപ്പെടാം. ഇതെവിടെ കൊണ്ട് നിർത്തുമെന്ന് അറിയണോ? ഇന്നേക്ക് ദുർഗാഷ്ടമി. ഉന്നെ ഞാൻ കൊന്ന് രക്തത്തെ കുടിച്ച് ചെമ്പ രക്ഷപ്പെടുത്തിയവള്. അയ്യോ, ചെമ്പക്ക് എന്ത് പറ്റി? അയ്യോ, കിടക്കാൻ പോന്നു. ഗ്യാപ്പ
കൊടുത്തിട്ടുള്ളത് അവര് ചെയ്യേണ്ട ആ ഒരു ലക്ഷ്മി. ടോപ്പിക് മാത്രമാണ്. ലക്ഷ്മിയുടെ ഇടത് സൈഡിൽ ഒരു വെള്ളലി വന്നു ഇപ്പൊ ആ മാളത്തിൽ നിന്ന് വന്നാണ്. വെള്ളലിയോ? വെള്ളലി സ്പോട്ടില് ഒരു പ്രാക്ടീസും ഇല്ലാതെ നമ്മളൊരു ടാസ്കിന്റെ ബേസിസിലാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ അരങ്ങേറിയത്. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? നന്നായിരുന്നു, ക്യൂട്ടായിരുന്നു. പിന്നെ പ്രാക്ടീസ് ഇല്ല എന്നുള്ളത് അത് ചെയ്തതിൽ നിന്ന് തന്നെ മനസ്സിലായി. പക്ഷെ നന്നായിരുന്നു. അതുപോലെ തന്നെ എന്തോന്ന് വേറൊരു ശരീരത്തിലേക്ക് ഗൃഹപ്രവേശം ചെയ്യും. പരകായ പ്രവേശം, അതായത് ഇവിടെ അത് വന്നു കഴിഞ്ഞ കിട്ടുന്നില്ല ശേഷം പറയാൻ. മനസ്സിലായി. എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോ സൈലന്റ് ആയിട്ട് ഇങ്ങനെ എന്നിട്ട് പെട്ടെന്ന് നോക്കിയപ്പോ മണിച്ചിത്രത്താഴ് കയറി വന്നല്ലേ, ദുർഗാഷ്ടമി. രണ്ട് ടീമും നന്നായിട്ട് പെർഫോം ചെയ്തു. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, ഈ ബിനീഷിന്റെ കൊതി എനിക്ക് കിട്ടും. എന്തായാലും നല്ല രീതിയിൽ അത് നല്ല രീതിയിൽ ചെയ്തു. ഇനിയിപ്പോ അവിടെ ഇരുന്ന കമന്റ് അടിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ ചെയ്യും. മേഡം അവര് വരട്ടെ മേഡം. വരട്ടെ. ഗുഡ് ജോബ്. ഇവർക്കൊരു വലിയ കൈഡി.